ലാസ്റ്റ് 2 വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള അറ്റോമിക് സൈസും അയണൈസേഷൻ എനർജിയുമാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പീരിയോഡിക് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഇലക്ട്രോൺ അഫിനിറ്റിയെ പറ്റിയാണ്. ഓക്കെ, അപ്പം ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റം ഒരു എക്സ്ട്രാ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന സമയത്ത് അത് റിലീസ് ചെയ്യുന്ന എനർജിയാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോൺ അഫിനിറ്റി ഈസ് ദ energy released when an atom gains an extra electron. അപ്പം ഒരു എക്സ്ട്രാ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി ഒരു ആറ്റത്തിന് കൂടുതലാണെങ്കിൽ അതെന്ത് ചെയ്യും? മോർ എമൗണ്ട് ഓഫ് എനർജീനെ റിലീസ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ട്രെൻഡ് ഒരു ഗ്രൂപ്പിലും പീരീഡിലും എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നോക്കാം. ഒരു പീരീഡ് എന്ന് വെച്ചാൽ എന്താണ്? ഹൊറിസോണ്ടൽ റോസ് ഇൻ എ പീരിയോഡിക് ടേബിൾ, അതാണ് പീരീഡ് എന്ന് വെച്ചാൽ. അപ്പം ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ട്രെൻഡ് ഒരു പീരീഡിൽ എങ്ങനെയായിരിക്കും? എക്രോസ് എ പീരീഡ് ഇലക്ട്രോൺ അഫിനിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോൺ അഫിനിറ്റി ഇൻക്രീസസ് എക്രോസ് എ പീരീഡ്. അപ്പം ഇതിൻ്റെ റീസൺസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു പീരീഡ് എടുക്കാം. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് സെക്കൻഡ് പീരീഡ് എടുക്കാം. സെക്കൻഡ് പീരീഡിലെ എലമെൻറ്റ്സ് ആണ് ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഇതൊക്കെയാണ് സെക്കൻഡ് പീരീഡിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു പീരീഡിൽ എങ്ങനെയാണ് നമ്പർ ഓഫ് ഷെൽസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് റിമൈൻസ് ദ സെയിം ആയിരിക്കും, അല്ലേ? റിമൈൻസ് ദ സെയിം ആയിരിക്കും ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെൽസ്. ഓക്കെ, ദെൻ ന്യൂക്ലിയർ ചാർജിൻ്റെ കേസ് എടുത്തേ. ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്യും. ഇതിൻ്റെ റീസൺ എന്താണ്? ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് അറ്റോമിക് നമ്പർ എന്ത് ചെയ്യും? അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യും, അല്ലേ? ലിഥിയം 3, ബെർലിയം 4, ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9. അപ്പോൾ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്പർ ഓഫ് പ്രോട്ടോൺസും ഇൻക്രീസ് ചെയ്യും. പ്രോട്ടോൺസ് എവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ന്യൂക്ലിയസിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യുക. പ്രോട്ടോൺസിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. ന്യൂക്ലിയസിൽ പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജ് ഓൺ ദ ന്യൂക്ലിയസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? ഇലക്ട്രോൺസിന് അതിൻ്റെ അടുത്തോട്ട് പുള്ള് ചെയ്ത് നിർത്താനുള്ള, അല്ലേ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് അതിനടുത്തോട്ട് പുള്ള് ചെയ്യാനുള്ള ടെൻഡൻസിയും ആർക്ക് കൂടും? ന്യൂക്ലിയസിന് കൂടും. അത് കണക്ക് തന്നെ ഈ ന്യൂക്ലിയസിന് എക്സ്ട്രാ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസിയും കൂടുതലായിട്ട് വരും. സോ ഇങ്ങനെ എക്സ്ട്രാ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും? മോർ എമൗണ്ട് ഓഫ് എനർജീനെ റിലീസ് ചെയ്യും. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും എക്രോസ് എ പീരീഡ്. അപ്പോൾ എന്താ പറ്റുന്നത്? ഇലക്ട്രോൺ അഫിനിറ്റി ഇൻക്രീസ് ചെയ്യും. റീസൺ എന്താണ്? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് എന്താണ് പറ്റുന്നത്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എക്രോസ് എ പീരീഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റൈറ്റിലുള്ള ആറ്റംസിന് കൂടുതൽ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? മോർ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും. ഓക്കെ, സോ സെക്കൻഡ് പീരീഡിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ളത് ആർക്കായിരിക്കും? ഫ്ലൂറിൻ ആയിരിക്കും. ഓക്കെ, ഏറ്റവും അഫിനിറ്റി കുറവ് ആർക്കായിരിക്കും? ലിഥിയത്തിനായിരിക്കും. ഇപ്പോൾ ട്രെൻഡ് എങ്ങനെയാണ്? ലിഥിയം ലെസ് ദാൻ, ബെർലിയം ലെസ് ദാൻ, ബോറോൺ ലെസ് ദാൻ, കാർബൺ ലെസ് ദാൻ, നൈട്രജൻ ലെസ് ദാൻ, ഓക്സിജൻ ലെസ് ദാൻ, ഫ്ലൂറിൻ. ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി സെക്കൻഡ് പീരീഡിലുള്ളത് ഫ്ലൂറിൻ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളിവിടെ നിയോൺ എന്ന് പറയുന്നതാണ് സെക്കൻഡ് പീരീഡിലെ ലാസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്. അത് 18th ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. 18th ഗ്രൂപ്പിൽ വരുന്നതാണ്. ഓക്കെ, ഇയാളിവിടെ പറയാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ നിയോണിൻ്റെ കേസിൽ നിയോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ എങ്ങനെയായിരിക്കും? നോബൽ ഗ്യാസ് എന്ന് പറയുമ്പം അവരുടെ എല്ലാം ഔട്ടർ മോസ്റ്റ് ഷെൽ എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. ഓക്കെ, കംപ്ലീറ്റ്ലി ഫിൽഡ് മീൻസ് അവർ സ്റ്റേബിൾ ആയിരിക്കും. അവർ സ്റ്റെബിലിറ്റി ഓൾറെഡി അറ്റൈൻ ചെയ്തതായിരിക്കും. സോ അവർക്ക് എക്സ്ട്രാ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല.
ഓക്കെ, സോ എക്സ്ട്രാ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാത്തിടത്തോളം എനർജിയെ റിലീസ് ചെയ്യുമോ? എനർജിയെ റിലീസ് ചെയ്യില്ല. സോ ഇലക്ട്രോൺ അഫിനിറ്റി എന്തായിരിക്കും? ഇലക്ട്രോൺ അഫിനിറ്റി ഇവർക്ക് 0 ആയിരിക്കും. ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നോബിൾ ഗ്യാസസ് ആരൊക്കെയാ? 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആരൊക്കെയാ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റെഡോൺ. ഈ പറയുന്ന 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഇവർക്കെല്ലാം ഇലക്ട്രോൺ അഫിനിറ്റി 0 ആയിരിക്കും. അത് കണക്ക് പീരീഡ് 3ലെ ട്രെൻഡ് എങ്ങനെയായിരിക്കും? സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ ആൻഡ് ക്ലോറിൻ. ഇവരാണ് എന്ത്? 3rd പീരീഡിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ എന്ത് തന്നെയായിരിക്കും ട്രെൻഡ്? ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് നമ്പർ ഓഫ് ഷെൽസ് റിമൈൻസ് സെയിം ആയിരിക്കും, ഷെൽ നമ്പർ സെയിം തന്നെ ആയിരിക്കും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എക്സ്ട്രാ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അങ്ങനെ എക്സ്ട്രാ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവരൊരു മോർ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും. അത് മീൻസ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ത് ചെയ്യും? ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് കൂടും. ഓക്കെ, സോ ഇവിടെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി ആർക്കായിരിക്കും? 3rd പീരീഡിൽ ക്ലോറിൻ ആയിരിക്കും. ഏറ്റവും കുറവ് ആർക്കായിരിക്കും? സോഡിയത്തിനായിരിക്കും. അപ്പം സോഡിയം ലെസ് ദാൻ, മഗ്നീഷ്യം ലെസ് ദാൻ, അലുമിനിയം ലെസ് ദാൻ, സിലിക്കൺ ലെസ് ദാൻ, ഫോസ്ഫറസ് ലെസ് ദാൻ, സൾഫർ ലെസ് ദാൻ ക്ലോറിൻ. ഇതായിരിക്കും 3rd പീരീഡിലുള്ള ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ട്രെൻഡ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കും ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ട്രെൻഡ് എന്നുള്ളതാണ്. അപ്പം ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? വെർട്ടിക്കൽ കോളംസ് ഇൻ എ പീരിയോഡിക് ടേബിൾ. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഗ്രൂപ്പ്. വെർട്ടിക്കൽ കോളംസ് ഇൻ എ പീരിയോഡിക് ടേബിൾ ആർ കോൾഡ് ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പ്സിൽ എങ്ങനെയായിരിക്കും ഇലക്ട്രോൺ അഫിനിറ്റി? ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൻ്റെ ഡൗൺ പോകുന്ന സമയത്ത് ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമുക്കിപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ആൽക്കലി മെറ്റൽസ് എടുക്കാം. ഓക്കെ, ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ആൻഡ് ഫ്രാൻസിയം. നമ്മുടെ ഡൗൺ എ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? ഇപ്പം ലിഥിയം അറ്റോമിക് നമ്പർ 3 ആണ് അല്ലേ? ഷെൽ നമ്പർ 2, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,1, സോഡിയം 2,8,1. ഓക്കെ, പൊട്ടാസ്യം എടുത്ത് 2,19 ആണ്, 2,8,8,1. അതായത് ഓരോരോ ഷെൽസ് കൂടിയാണ് വരുന്നത്. ഡൗണിലോട്ട് പോകുമ്പോഴത്തേക്കും എന്താണ്? നമ്പർ ഓഫ് ഷെൽസ് എന്ത് ചെയ്യുകയാണ്? ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെയും ന്യൂക്ലിയർ ചാർജ് എങ്ങനെയായിരിക്കും? ഡൗൺ എ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് അറ്റോമിക് നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ പ്രോട്ടോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓൾസോ ഇൻക്രീസസ്. സോ ന്യൂക്ലിയർ ചാർജും എന്ത് ചെയ്യും? ഇവിടെയും ന്യൂക്ലിയർ ചാർജും ഇൻക്രീസ് ചെയ്യും. ബട്ട് ഇവിടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് പൊട്ടാസ്യം എടുത്ത് നോക്കാവേ. പൊട്ടാസ്യത്തിന് വേണ്ട ന്യൂക്ലിയസ് 1, 2, 3, 4 ഷെൽസ്. ഓക്കെ, ഇതാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ഇതാണ് ന്യൂക്ലിയസ് എന്നെടുത്തോ. അപ്പം ഈ ന്യൂക്ലിയസിനും ഔട്ടർ മോസ്റ്റ് ഷെല്ലിനും ഇടയിൽ 3 ഷെൽസ് ഉണ്ട്, 3 ഇന്നർ ഷെൽസ് ഉണ്ട്. ഈ 3 ഇന്നർ ഷെൽസ് എന്ത് ചെയ്യുന്നറിയോ? ഒരു ഷീൽഡ് പോലെ ആക്ട് ചെയ്യും ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. അങ്ങനെ ഷീൽഡ് പോലെ ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യും? പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ ഈ ഇന്നർ ഷെൽസ് ഷീൽഡ് പോലെ ആക്ട് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്യും. ആ എഫക്റ്റിനെ വിളിക്കുന്ന നെയിമാണ് ഷീൽഡിങ് ഇഫക്റ്റ്. ഓക്കെ, ഷീൽഡിങ് ഇഫക്റ്റ്. അപ്പം ഈ ഷീൽഡിങ് ഇഫക്റ്റ് കൊണ്ട് എന്ത് സംഭവിക്കും? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് നിർത്താൻ പറ്റത്തില്ല. സോ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അട്രാക്ഷൻ കുറവാണ്. ആറ്റംസ് എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ല് ദൂരെയാണ് അല്ലേ? ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഫാർ അവേ ആണ്. സോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലോട്ട് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വന്നാലും അല്ലെങ്കിൽ ആ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ആർക്ക് കുറവായിരിക്കും? ന്യൂക്ലിയസിന് കുറവായിരിക്കും. സോ എക്സ്ട്രാ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസിയും ആർക്ക് കുറവായിരിക്കും? ബിഗർ ആറ്റംസിന് ഡൗൺ എ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് കുറവായിരിക്കും.
അങ്ങനെ എക്സ്ട്രാ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി കുറവായതുകൊണ്ട് എന്ത് പറ്റും, ഇത് എക്സ്ട്രാ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്താലും റിലീസ് ചെയ്യുന്നത് ലെസ് എമൗണ്ട് ഓഫ് എനർജി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, റിലീസ് ചെയ്യത്തുള്ളൂ. ദാറ്റ് മീൻസ് ഡൗൺ എ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് എന്ത് പറ്റും, ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം ആൽക്കലി മെറ്റൽസിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ളത്? ലിഥിയത്തിനായിരിക്കും. ഏറ്റവും കുറവ് ഇലക്ട്രോൺ അഫിനിറ്റി ആർക്കായിരിക്കും? ഫ്രാൻസിയത്തിനായിരിക്കും ഉള്ളത്, അല്ലേ? ഓർഡർ എങ്ങനെയാണ്, ട്രെൻഡ് എങ്ങനെയായിരിക്കും? ഗ്രൂപ്പ് 1 ലിഥിയം ഗ്രേറ്റർ ദാൻ സോഡിയം ഗ്രേറ്റർ ദാൻ പൊട്ടാസ്യം ഗ്രേറ്റർ ദാൻ റുബീഡിയം ഗ്രേറ്റർ ദാൻ സീഷ്യം ഗ്രേറ്റർ ദാൻ ഫ്രാൻസിയം. ഏറ്റവും കുറവ് ഇലക്ട്രോൺ അഫിനിറ്റി ഫ്രാൻസിയത്തിനും ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി ലിഥിയത്തിനുമായിരിക്കും. ഗ്രൂപ്പ് 2 എടുത്തേ. ഗ്രൂപ്പ് 2 എങ്ങനെയാണ്, നമ്പർ ഓഫ് ഷെൽസ് എന്ത് ചെയ്യും, ഡൗൺ എ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യും. പിന്നെ ഇന്നർ ഷെൽസിൻ്റെ ഷീൽഡിങ് എഫക്റ്റ് കൊണ്ട് ന്യൂക്ലിയർ ചാർജിനെ എന്ത് ചെയ്യും, ഔട്ടർ മോസ്റ്റ് ഷെല്ലുമായിട്ടുള്ള അട്രാക്ഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും ന്യൂക്ലിയസിനെ. സോ എന്താണ്, ന്യൂക്ലിയസിന് എക്സ്ട്രാ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഡൗൺ എ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, കുറഞ്ഞു വരും, അല്ലേ? അങ്ങനെ അറ്റത്തിന് എക്സ്ട്രാ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറഞ്ഞു വരികയാണെങ്കിൽ ലെസ് എമൗണ്ട് ഓഫ് എനർജി മാത്രമേ അവിടെ എന്ത് ചെയ്യത്തുള്ളൂ, റിലീസ് ചെയ്യത്തുള്ളൂ. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. സോ സെക്കൻഡ് ഗ്രൂപ്പിലെ ട്രെൻഡ് എങ്ങനെയായിരിക്കും? സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം ആൻഡ് ബേരിയം. ഇതിൽ ബെറിലിയത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ളത്. ഏറ്റവും കുറവ് ആർക്കായിരിക്കും? ബേരിയത്തിനായിരിക്കും ഏറ്റവും കുറവ് ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ളത്. ഓക്കെ, ഇനി ഗ്രൂപ്പ് 17 നോക്കാം. ഈ ഗ്രൂപ്പ് 17-നകത്താണ് ഇതിൽ കുറച്ച് വ്യത്യാസമായിട്ട് വരുന്നത്. ഗ്രൂപ്പ് 17 എന്ന് പറയുമ്പോൾ ആരാണ്? ഹാലോജൻസ് ആണ് വരുന്നത്, അല്ലേ? ഹാലോജൻസ് ആരൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഓക്കെ, ഇതിൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആൻഡ് അസ്റ്റാറ്റിൻ. നമ്മൾ നോർമൽ ട്രെൻഡ് അനുസരിച്ച് ഡൗൺ എ ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും? ഡൗൺ എ ഗ്രൂപ്പ് ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ബട്ട് ഇവിടുത്തെ കേസിൽ ഫ്ലൂറിന് ക്ലോറിനേക്കാളും ഇലക്ട്രോൺ അഫിനിറ്റി കുറവായിരിക്കും. ഓക്കെ, ഫ്ലൂറിൻ എന്താണ്? ക്ലോറിനേക്കാളും ഇലക്ട്രോൺ അഫിനിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കാം. ഈ ഫ്ലൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ സൈസ്ഡ് ആറ്റമാണ്. ഓക്കെ, സെക്കൻഡ് പീരീഡിൽ വരുന്ന ആറ്റമാണ്. അപ്പം ന്യൂക്ലിയസ് 2 ഷെൽസാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഈ ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. സോ 9 പ്രോട്ടോൺസ് ഉണ്ട് ന്യൂക്ലിയസിൽ, അല്ലേ? അപ്പം ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. സോ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് ഇത് ഒരുപാട് ക്ലോസ് ആയിട്ട് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്തിട്ട് ഒരുപാട് ക്ലോസ് ആയിട്ട് ടൈറ്റായിട്ട് പുള്ള് ചെയ്ത് അതിനടുത്തോട്ട് വെച്ചിരിക്കുകയായിരിക്കും, അല്ലേ? സോ സൈസ് എന്താണ്? വളരെ സ്മോൾ ആണ്. അപ്പം ഇതിനകത്തോട്ടൊരു എക്സ്ട്രാ ഇലക്ട്രോൺ വരുന്ന സമയത്ത് എന്താണ്, ഈ എക്സ്ട്രാ ഇലക്ട്രോൺ കൂടി ഇവിടെ വരുമ്പോഴത്തേക്കും ഇലക്ട്രോൺസ് ഒക്കെ ഭയങ്കര ക്ലോസ് ആയിട്ട് വന്നിട്ട് അത് ക്രൗഡഡ് ആയിട്ട് ഇങ്ങനെ ഷെൽസിൽ ഇരിക്കും. സോ എപ്പോഴും ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താ? നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജും അടുത്ത് വന്നാൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, അല്ലേ? ഇങ്ങനെ ഇലക്ട്രോൺസ് ക്രൗഡഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇലക്ട്രോൺ റിപ്പൽഷൻ ഉണ്ടാവും ഈ ഫ്ലൂറിൻ ആറ്റത്തിനുള്ളിൽ. സോ ഫ്ലൂറിൻ ആറ്റത്തിന് എന്താണ്? എക്സ്ട്രാ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും കമ്പയർഡ് ടു ക്ലോറിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലൂറിൻ അത് കുറവായിരിക്കും. സോ എന്ത് ചെയ്യത്തുള്ളൂ? ഫ്ലൂറിൻ ലെസ് എനർജി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ലെസ് എമൗണ്ട് ഓഫ് എനർജി മാത്രമേ റിലീസ് ചെയ്യത്തുള്ളൂ. സോ ഫ്ലൂറിൻ എന്താണ്? ഇലക്ട്രോൺ അഫിനിറ്റി കുറവായിരിക്കും കമ്പയർഡ് ടു ക്ലോറിൻ്റെ കേസ് എടുത്താൽ ക്ലോറിന് ന്യൂക്ലിയസിന് ചുറ്റും 3 ഷെൽസ് ഉണ്ട്. സോ ശരിക്കൂടെ ബിഗർ സൈസ് ആറ്റമാണ്. അപ്പം ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വന്നാലും ആ ഇലക്ട്രോണിന് കംഫർട്ടബിൾ ആയിട്ട് അവിടെ എൻ്റർ ചെയ്യാനുള്ള സ്പേസ് എവിടെയുണ്ട്? ക്ലോറിനുള്ളിൽ ഉണ്ട്. സോ ക്ലോറിൻ എന്താണ്? മോർ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത്. സോ ക്ലോറിൻ ഹാസ് മോർ ഇലക്ട്രോൺ അഫിനിറ്റി ദാൻ ഫ്ലൂറിനേക്കാളിലും ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതൽ ആർക്കായിരിക്കും? ക്ലോറിനായിരിക്കും. ഈ കേസ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ബ്രോമിൻ തൊട്ട് ട്രെൻഡ് നോർമൽ ഒരു ഗ്രൂപ്പിലെ പോലെ തന്നെയായിരിക്കും. ഡൗൺ എ ഗ്രൂപ്പ് ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസ് ചെയ്യുമായിരിക്കും. ക്ലോറിനേക്കാളിലും ഇലക്ട്രോൺ അഫിനിറ്റി കുറവായിരിക്കും ബ്രോമിന്, അതിലും കുറവായിരിക്കും അയഡിന്, ഏറ്റവും കുറവ് അസ്റ്റാറ്റിനായിരിക്കും. അപ്പം ഹാലജൻസിൻ്റെ കേസിൽ ഏറ്റവും ഇലക്ട്രോൺ അഫിനിറ്റി കൂടിയത് ക്ലോറിൻ ആയിരിക്കും, ഏറ്റവും കുറവ് അസ്റ്റാറ്റിനായിരിക്കും. ഓക്കെ,
ഇവിടെ നോക്കുക, വിച്ച് ഹാസ് ഹയർ ഇലക്ട്രോൺ അഫിനിറ്റി, ഫ്ലൂറിൻ ഓർ ക്ലോറിൻ. ക്ലോറിൻ ആയിരിക്കും ഹയർ ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ളത്. റീസൺ എന്താ? ഫ്ലൂറിൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്മോൾ സൈസ് ആറ്റം ആണ്. സോ ഈ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇലക്ട്രോൺ ക്ലൗഡ് ഷെല്ലിൽ ഇലക്ട്രോൺ ക്ലൗഡ് കൂടും. ഇലക്ട്രോൺ ക്ലൗഡ് കൂടുമ്പോഴത്തേക്കും ഇലക്ട്രോൺ റിപ്പൾഷൻ സംഭവിക്കും. സോ ലെസ് എമൗണ്ട് ഓഫ് എനർജി മാത്രമേ അവിടെ റിലീസ് ചെയ്യത്തുള്ളൂ. ക്ലോറിൻ ഒരു ബിഗർ സൈസ് ആറ്റമാണ്, കുറച്ചുകൂടി മോർ സ്പേസ് എന്ത് ചെയ്തുകൊണ്ട് ആറ്റത്തിനുള്ളിലുണ്ട്. സോ ഇൻകമ്മിങ് ഇലക്ട്രോണിന് കംഫർട്ടബിൾ ആയിട്ട് അവിടെ എൻ്റർ ചെയ്യാനായിട്ട് ഉള്ള സ്പേസ് അവിടെ ഉണ്ട്. സോ മോർ എമൗണ്ട് ഓഫ് എനർജി അവിടെ റിലീസ് ചെയ്യും. അങ്ങനെ ക്ലോറിൻ എന്താണ്? ഫ്ലൂറിനേക്കാളിലും മോർ ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ള ആറ്റമായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി നോബിൾ ഗ്യാസസിന് എന്താണ് സീറോ ഇലക്ട്രോൺ അഫിനിറ്റി ആയത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നോബിൾ ഗ്യാസസ് എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെൽസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് അല്ലേ? കംപ്ലീറ്റ്ലി ഫിൽഡ് മീൻസ് അവർ ഓൾറെഡി സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തിരിക്കുന്നതാണ്. സോ അതിനെന്താണ്? എക്സ്ട്രാ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. സോ എക്സ്ട്രാ ഇലക്ട്രോണിനെ എന്ത് ചെയ്യില്ല? ഗെയിൻ ചെയ്യില്ല. സോ എനർജി റിലീസ് ചെയ്യുമോ? എനർജി റിലീസ് ചെയ്യില്ല. സോ എന്തായിരിക്കും? എനർജി റിലീസ് ചെയ്തില്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി എന്തായിരിക്കും? ഓൾമോസ്റ്റ് സീറോ ആയിരിക്കും. ഇതിന് നോബിൾ ഗ്യാസസിന്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ അവരുടെ കാര്യമാണ് ഓർത്ത് വെക്കേണ്ടത്. ക്ലോറിനേക്കാളിലും ഇലക്ട്രോൺ അഫിനിറ്റി കുറവായിരിക്കും. നോർമൽ ഗ്രൂപ്പിലെ ട്രെൻഡ് അവിടെ കാണിക്കത്തില്ല. ക്ലോറിൻ ഹാസ് മോർ ഇലക്ട്രോൺ അഫിനിറ്റി ദാൻ ഫ്ലൂറിൻ. ഓക്കെ, ഒരു ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആറ്റം ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന ടൈമിൽ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോൺ അഫിനിറ്റി ഈസ് ദ amount of energy released when an atom gains an extra electron. Okay, thank you.